നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാന്റെ സമുദ്രാതിർത്തിയിൽ ഇരച്ചുകയറി അമേരിക്കൻ പടക്കപ്പൽ. ടെഹ്റാനിൽ സന്ദേശം എത്തിയതും ആയത്തുള്ള അലി ഖമനേയി തിരിച്ചടിക്ക് ഉത്തരവിട്ടു. യുദ്ധക്കപ്പലിന് മുകളിൽ പറന്ന ഇറാന്റെ ഹെലികോപ്റ്റർ ആക്രമിച്ചാൽ ഇറാന്റെ നാവികപ്പടയെ തീർത്തേ മടങ്ങുമെന്ന് അമേരിക്കൻ വെല്ലുവിളി. ഒന്നും ചെയ്യാനാകാതെ ഇറാൻ സേനയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ഒമാൻ കടലിടുക്കിൽ ഇറാൻ അമേരിക്ക നേർക്കുനേർ നിന്നതോടെ യുദ്ധമോ എന്ന് ഭയപ്പെട്ട് ലോകരാജ്യങ്ങൾ. സമുദ്രാതിർത്തികളിൽ ഇറാൻ ഒളിപ്പിച്ചിരിക്കുന്ന ആയുധക്കോട്ടകൾ തകർത്തെറിയാൻ അമേരിക്കൻ നീക്കമോ? ഹൂതി വിമതർക്ക് സർവ്വ ആയുധങ്ങളും എത്തിക്കുന്ന ഇറാൻ ശൃംഖലകൾ പ്രവർത്തിക്കുന്നത് ടെഹ്റാന് ആധിപത്യമുള്ള കടലിടുക്ക് വഴിയാണ്. ഇറാനിലെ ആണവക്കോട്ടകളും മിസൈൽ കേന്ദ്രങ്ങളും തകർത്തെറിഞ്ഞ അമേരിക്കൻ ലക്ഷ്യം സമുദ്രാതിർത്തികളിൽ ഇറാൻ ഒളിപ്പിച്ചിരിക്കുന്ന കോട്ടകളാണെന്ന് സൂചന. അതിക്രമിച്ചെത്തിയ അമേരിക്കൻ കപ്പലിനെ തുരത്തിയെന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്യുന്നത്. ബുധനാഴ്ച സമുദ്രാതിർത്തിയിലേക്ക് എത്തിയ USS ഫിറ്റ്നസ് ജെറാൾഡ് എന്നറിയപ്പെടുന്ന US നാവികസേനയുടെ നശീകരണ കപ്പലിനെ നേരിടാനാണ് ഇറാൻ സൈന്യം ഹെലികോപ്റ്റർ അയച്ചത്. ഇറാനും ഇസ്രയേലും തമ്മിലുള്ള 12 ദിവസത്തെ സംഘർഷത്തിനു ശേഷം ഇറാനും US സേനയും തമ്മിലുള്ള ആദ്യത്തെ നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് ഇത്. ബുധനാഴ്ച US കപ്പലിന് മുകളിലൂടെ പറന്ന ഹെലികോപ്റ്റർ സമുദ്രാതിർത്തി കടക്കരുതെന്ന് അമേരിക്കൻ കപ്പലിന് മുന്നറിയിപ്പ് നൽകി. ഒരു ബുള്ളറ്റ് കപ്പലിൽ പതിച്ചാൽ ഇറാനിയൻ വിമാനങ്ങളെ ലക്ഷ്യമിടുമെന്ന് US യുദ്ധക്കപ്പൽ ഭീഷണിപ്പെടുത്തി. ഇതിന് മറുപടിയായി സംയോജിത വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പൂർണ്ണ സംരക്ഷണത്തിലാണ് ഹെലികോപ്റ്റർ എന്ന് ഇറാൻ വ്യക്തമാക്കി. എന്നാൽ പ്രദേശത്ത് കുറച്ചധിക സമയം നിരീക്ഷണം നടത്തിയ US യുദ്ധക്കപ്പൽ തെക്കോട്ട് പിൻവാങ്ങിയതായി റിപ്പോർട്ടിൽ പറയുന്നു. US യുദ്ധക്കപ്പൽ ഇറാനിയൻ സമുദ്രാതിർത്തിയോട് എത്രത്തോളം അടുത്തായിരുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ആണവക്കോട്ടകൾ തകർത്തെറിഞ്ഞ് അമേരിക്ക ചെറിയൊരു ഡോസ് മാത്രമേ ഇറാന് കൊടുത്തിരുന്നുള്ളൂ. കടൽ വഴി ഇറാൻ സൈന്യം ഹൂതി, ഹമാസ്, ഹിസ്ബുള്ള സംഘങ്ങൾക്ക് എല്ലാ സഹായവും എത്തിക്കുന്നുണ്ട്. ഇറാന്റെ കടൽ മേഖലയിലെ പ്രവർത്തനങ്ങൾ അമേരിക്ക സദാ നിരീക്ഷിക്കുന്നു. അതിന്റെ ഭാഗമായാണോ അമേരിക്കൻ കപ്പൽ റോന്തു ചുറ്റിയതെന്ന് വ്യക്തമല്ല. കടലിൽ ഒരു യുദ്ധം മുന്നിൽ കണ്ട് നിമിഷനേരം കൊണ്ട് ഇറാൻ സേന തയ്യാറെടുത്ത് എത്തി. അമേരിക്ക തങ്ങളുടെ മേൽ അതിക്രമം ആവർത്തിച്ചാൽ നോക്കി നിൽക്കില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വെല്ലുവിളിച്ചു. ഇപ്പോഴും ഇറാനിൽ രഹസ്യ താവളത്തിൽ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇത് എവിടെയെന്ന് കൃത്യമായി കണ്ടെത്താൻ CIA കഴിഞ്ഞിട്ടില്ല. 10 ബോംബുണ്ടാക്കാനുള്ള യുറേനിയം ഇറാൻ പൂഴ്ത്തിയിരിക്കുന്നത് എവിടെയാണ്? പർവ്വതങ്ങൾക്കടിയിലോ അതോ കടലാഴത്തിലോ ടണലുകളിലോ? ഉറവിടം കണ്ടെത്താൻ അമേരിക്കൻ ചാരന്മാർ ഇറാനിലുണ്ട്. ഒമാൻ കടലിടുക്കിൽ കയറി അമേരിക്ക നടത്തിയ നീക്കം എന്തിന്റെ ഭാഗമാണ്? ഇറാനെ പേടിപ്പിക്കാൻ വേണ്ടിയോ അതോ സമുദ്രാതിർത്തിയിലെ ഇറാൻ കോട്ടകൾ കണ്ടെത്തി തകർക്കാനോ? ആണവ പരീക്ഷണത്തിനുള്ള ഇറാന്റെ ഏതൊരു നീക്കവും തകർക്കുമെന്ന ഇസ്രയേൽ വെല്ലുവിളി. ഇറാനെ ആണവ കരാറിൽ എങ്ങനെയും ഒപ്പിടിപ്പിക്കാൻ ട്രംപും. കരയിലും കടലിലും ആകാശത്തും ഇറാനെ പൂട്ടാനാണ് അമേരിക്കൻ നീക്കം. ഇസ്രയേൽ അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാൻ ഭയക്കുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ട് ആയുധപ്പുര നിറയ്ക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇറാൻ. ഇസ്രയേലുമായുള്ള പോരാട്ടത്തിന് പിന്നാലെ ചൈനീസ് J-10C യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള നീക്കങ്ങളുമായി ഇറാൻ. 12 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് കനത്ത വ്യോമ ആഘാതം ഇറാന് നേരിടേണ്ടി വന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് വ്യോമസേനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ ഇറാൻ നടത്തിവരുന്നത്. റഷ്യയുടെ Su-35 വിമാനങ്ങൾ വാങ്ങാനായിരുന്നു നേരത്തെ പദ്ധതിയിട്ടിരുന്നത്. ഇതിന് പകരമായിട്ടാണ് ഇപ്പോൾ ചൈനയുമായി ഇറാൻ ചർച്ചകൾ ശക്തമാക്കിയിരിക്കുന്നതെന്ന് റഷ്യൻ മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നു. ഇറാൻ അവരുടെ വ്യോമസേനയെ പെട്ടെന്ന് തന്നെ ആധുനികവൽക്കരിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇതുകൂടാതെ റഷ്യൻ വിമാനത്തേക്കാൾ താങ്ങാനാകുന്നതും വില കുറഞ്ഞതുമായ ഒരു ബദലായി ചൈനീസ് വിമാനങ്ങളെ അവർ കാണുന്നു. ഇറാനിയൻ പ്രതിരോധ മന്ത്രി അസീദ് നസീർസാദെ ചൈന സന്ദർശിച്ച സമയത്താണ് ചർച്ചകൾ നടന്നത് എന്നാണ് വിവരം. ചൈനീസ് നിർമ്മിത 4++ തലമുറ J-10CE ജെറ്റുകൾ വാങ്ങുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇറാൻ നടത്തുന്നത്. നിലവിൽ പാക് സൈന്യത്തിന്റെ ഭാഗമായുള്ള ഈ വിമാനങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുവെന്നാണ് ഇറാൻ അധികൃതർ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിന് ഇറാൻ റഷ്യയുമായി കരാർ ഉണ്ടാക്കിയെങ്കിലും അത് പിന്നീട് പാളിപ്പോയിരുന്നു. 2023 ഉണ്ടാക്കിയ കരാർ പ്രകാരം 50 S-35 വിമാനങ്ങളായിരുന്നു ഇറാൻ വാഗ്ദാനം ചെയ്തിരുന്നത്. എന്നാൽ 4 വിമാനങ്ങൾ മാത്രമേ റഷ്യയ്ക്ക് ഇറാന് കൈമാറാൻ സാധിച്ചിരുന്നുള്ളൂ. ഇതേ തുടർന്നാണ് കരാർ റദ്ദാക്കിയതായി വിവരം. ചൈനീസ് യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ ഇറാൻ ഇത് ആദ്യമായിട്ടല്ല ശ്രമം നടത്തുന്നത്. 2 പതിറ്റാണ്ടുകൾ മുമ്പ് തന്നെ ഇറാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2015 150 യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കരാറിൽ ഒപ്പുവെക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചെങ്കിലും കരാർ മുന്നോട്ടു പോയില്ല. വിദേശ കറൻസിയിൽ പണം നൽകണമെന്ന് ചൈന നിർബന്ധം പിടിച്ചു. സാമ്പത്തിക ഞെരുക്കം കാരണം എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും രൂപത്തിലുള്ള കൈമാറ്റമായിരുന്നു ഇറാൻ വാഗ്ദാനം ചെയ്തത്. ഇറാനുമേലുള്ള ഐക്യരാഷ്ട്രസഭയുടെ ആയുധ ഉപരോധവും
ഈ ഇടപാടിന് തടസ്സമുണ്ടാക്കി. 2020-ൽ ഈ നിയന്ത്രണങ്ങൾ നീക്കുകയും ചർച്ചകൾ പുനരാരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇടപാട് 36 വിമാനങ്ങളായി ചുരുങ്ങി. എന്നാൽ ചൈനയ്ക്കും ഇറാനും ധാരണയിലെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഇസ്രയേൽ ഇറാൻ വെടിനിർത്തലിന് പിന്നാലെ ജൂൺ 24-ന് ഉപരോധ ഭീഷണിയില്ലാതെ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്ക ചൈനയ്ക്ക് അനുമതി നൽകിയതിനു ശേഷം സാഹചര്യം മാറിയിരിക്കുകയാണ്. ഈ വർഷം ആദ്യത്തിൽ ഇറാനിയൻ വ്യോമസേനയുടെ കൈവശം ഏകദേശം 150 യുദ്ധവിമാനങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ. എന്നാൽ 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിനു മുമ്പ് രാജ്യത്തിന് ലഭിച്ച കാലഹരണപ്പെട്ട അമേരിക്കൻ നിർമ്മിത മോഡലുകളാണ് അവയിലധികവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.